വക്കീലേ, തന്റെ വാദം ഗുണമല്ലെങ്കിലും ചായ കൊള്ളാം. അവ എണീറ്റില്ലേ? ഇല്ല, 2.5 മാസത്തോളം കൊതുകടി കൊണ്ട് അകത്ത് കിടന്നല്ലേ, ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. ഒരു ദിവസം കൊണ്ട് ഉറങ്ങി തീർക്കാവുന്നതാണോ? വിളിക്കേ. എടോ, കേസുള്ള വക്കീല ഞാൻ. കണ്ട ഗുണ്ടകളൊക്കെ വിളിച്ചോണർത്താന്ന് വെച്ചാൽ എന്താ താൻ വിചാരിച്ചേ? അതിനും കൂടിയാ തനിക്ക് ചെല്ലും ചെലവും തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കേസ് വിളിക്കുന്നത് പോലെ ഞാൻ വിളിച്ചോണർത്താൻ പോകുന്നത്. ചെല്ല്. ഓ, എന്തൊരു കിടപ്പ്. കേട്ടോ കേട്ടോ, എന്റെ അമ്മ വെട്ടുപോത്തിന്റെ ഒരു ചവിട്ട്. ഇവിടെ വാ. എന്താ, എന്ത് പറ്റി? എടോ, ഓരോരുത്തർക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ട്, അതേ ചെയ്യാവൂ. അതല്ലേടോ തന്നോട് ചെയ്യാൻ പറഞ്ഞുള്ളൂ. അല്ല, ഇതുവരെ എണീറ്റില്ലേ? സാർ എന്നെ നിർബന്ധിക്കരുത്. ഗുണ്ടകളെ വിളിച്ചുണർത്തുന്ന പരിപാടി ഇതോടെ ഞാൻ നിർത്തി. കാല് ഭാഗം സ്വല്പം റിസ്കാ. തലഭാഗത്തൊന്നും സാറിന് വിളിച്ചു നോക്ക്. ഉറങ്ങിക്കോട്ടെ. ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവത്തില്ല. ഇനി എന്ത്? വാ, നടക്ക്. കക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കണ്ടുപിടിച്ചേട്ടാ ഏട്ടാ ഞങ്ങൾ വരുന്നത്. അയ്യോ, രാത്രി മുഴുവൻ ഓവർ ടൈം ചെയ്തിട്ട് ക്ഷീണിച്ച് കിടന്നു എന്റെ മക്കളെ. തട്ട് മോനെ. അയ്യോ അയ്യോ അയ്യോ, ഈ വീട്ടിലെ സാധനങ്ങൾ അയ്യോ മക്കളെ, നമ്മുടെ എൽ ഡി വീടി സീഡി സോമയും കസേരി ഒന്നും കാണുന്നില്ല. അയ്യോ 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 അയ്യോ, ദൈവമേ, ഓരോ വീട്ടിന് കട്ടും പൊടിച്ചു കൊണ്ട് ഒന്നും കാണുന്നില്ല. എന്റെ അമ്മോ, എനിക്ക് വയ്യേ. അയ്യോ കട്ടിലെവിടെ? എന്നെ ആരെടുത്ത് ഇവിടെ കിടത്തിയത്? അയ്യോ, എന്റെ മോതിരം പോയി. ഫോട്ടോ മനുഷ്യ, നിങ്ങൾ കുടുങ്ങി പോലും ഇല്ല. അയ്യോ ചേട്ടാ, ചേട്ടാ, നമ്മുടെ എല്ലാം പോയി. എല്ലാം പോയോ? അയ്യോ, എടി മങ്കി, അല്ല മങ്കി, ഇവിടെ കിടന്ന സാധനങ്ങളൊന്നും കാണുന്നില്ല. എന്റെ ദൈവമേ, ഈ കൊലച്ചത് ഞങ്ങളോട് ചെയ്തല്ലോ. ഇത് ചെയ്തവന്റെ തല ഇണിത്തി വീണേ. ഞാൻ ഒരു സ്വർണ്ണ പാര നടക്കി വെച്ചേക്കാമേ. കുമ്മാവനെ ഒന്നും വിളിക്കണ്ട. സ്വർണ്ണ പാറയല്ല, സ്വയം പാറയാ. കണ്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ വക മോട്ടിച്ചതിന് ദൈവം തന്ന് ശിക്ഷയാ മനസ്സിലായി. വേദാന്ത പറയാതെ പോലീസിനെ വിളിക്കടാ. ഇതെങ്കിലും ഇവിടെ ഇട്ടിട്ട് പോയത് നന്നായി. ഇല്ലെങ്കിൽ ഞാനും എന്റെ കൊച്ചും കൂടെ തിരിച്ചു വന്ന് കാണുമ്പോ. ആശാനെ, ആശാനെ, ചാത്തനാടൻ ആശാനെ, ആശാനെ, ഇവിടെ നട്ടകാസം എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ഇലക്ട്രിക്കാ ബെല്ലില്ലേ, അതിലൊന്ന് ഞെക്കിയാ പോരെ. ഞെക്കാനും ഓടിക്കാനും ഒക്കെ ഞങ്ങൾ പോലീസുകാർ വിദഗ്ധരാണെന്നുള്ള കാര്യം അറിയാമല്ലോ. പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം. ആണല്ലോ. എന്നാ ഞെട്ടത്തക്ക വിധത്തിൽ ഈ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി പറ്റാട്ടെ. പെടുത്തിയ ദിവാ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ദിവാൻ ചാത്തനാടൻ, അങ്ങനെ ഒരു പേര് എനിക്കുണ്ടായിരുന്നു. എന്റെ ദിവാൻ പക്ഷെ താൻ കണ്ടിട്ടില്ലല്ലോ. കാണേണ്ടതായിരുന്നു. ഞാൻ കിരീടമൊക്കെ വെച്ച് വാള് ഊരി പിടിച്ച് ആരവിടെ. എന്തിനാ ആശാനെ ഇത്ര കഷ്ടപ്പെട്ട് വിളിക്കുന്നത്? നല്ല കാര്യമുണ്ടോ? ഒരു കാര്യം എനിക്ക് ബോധ്യമായി, താൻ എന്റെ ദിവാൻ വേഷം കണ്ടിട്ടില്ല. ആശാന്റെ ദിവാൻ വേഷം കാണാനല്ല ഞാനിങ്ങോട്ട് വന്നത്, ദിവാകരനെ കാണാനാണ് വന്നത്. എവിടെ പോയിരിക്കുക? പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. എന്നാ വരുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുത്തണം. ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതെ, ദിവാകരന്റെ പെങ്ങടെ അമ്മായിയമ്മ കുളിമുറിയിൽ കാലുതെറ്റി വീണ് കാലൊടിഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ദുഃഖ വിവരം ഇവിടെ അറിയിപ്പിക്കാൻ ഏമാൻ എന്നെ പറഞ്ഞയച്ചതാ. ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? നാളെയോ മറ്റന്നാളോ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. എന്നാലും ഈ കിടപ്പ് തന്നെ ശരണം. കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞ അമ്മയ്ക്ക് ഓടിച്ചാടി ഫുട്ബോൾ കളിച്ചൂടെ? ആദ്യം മുഖത്ത് നീ വിഷാദ ഭാവം അങ്ങോട്ട് മാറ്റിയേ. ഈ കാലൊടിയുന്ന ഭാഗ്യ. അടുത്ത കാലത്ത് ഒരുത്തൻ കുളിമുറിയിൽ വഴുതി വീണ് കാലൊടിഞ്ഞു. അതിന്റെ പിറ്റേന്ന് അവന് ലോട്ടറി അടിച്ചു. എന്നാലേ എത്രയും പെട്ടെന്ന് ദിവാകരൻ പോയി എനിക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങിട്ടു. അമ്മേ, ക്യാഷ് ഒക്കെ തീർന്നു. അല്ലേ, അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അളിയൻ ഡ്യൂട്ടിക്ക് പോയിക്കോ. അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുന്നവരെ ഞാൻ ഏറ്റു. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, അല്ലേ? അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് മമ്മത് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. ഗുരുതരമായിട്ടുള്ള പ്രശ്നം വല്ലതും ആയിരിക്കുമെന്ന്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നിപ്പിക്കുന്ന നിന്റെ മറ്റുണ്ടല്ലോ, അത് നീ ഉപേക്ഷിക്കണം. ഒരിക്കലൊരു മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ ആ പേടി വിട്ടുമാറില്ല. 10ഉം 20ഉം കൊല്ലങ്ങൾക്ക് ശേഷം തെളിഞ്ഞ എത്രയോ മോഷണ കേസുകളുണ്ട്. മാന്യമായി ജീവിച്ചതുകൊണ്ട് ആ കുഴപ്പമൊക്കെ. എനിക്ക് ഓരോ മോഷണം കഴിയുമ്പോഴും ധൈര്യം കൂടുക.
ശാസ്ത്രീയമായി പലചരക്ക് മോഷണത്തെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. നീ ഇതുവരെ കാര്യം പറഞ്ഞില്ല. കള്ളന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അവന്റെ മുഖം അങ്ങനെ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ കഴിയില്ലല്ലോ, പ്രത്യേകിച്ച് പട്ടാളവും പോലീസും ഉള്ള ഏരിയകളിൽ. അതുകൊണ്ട് 2 ദിവസം നിന്റെ മുഖം എനിക്ക് കടന്നു തരണം. ലിസിക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നു. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ്. വലിയ വലിയ ആളുകൾ തന്നെ സ്ഥലമല്ലേ. ഞാൻ അവളെ അവിടെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് കൂടെ അയക്കാൻ ആരില്ലാത്തോണ്ടാ. ഇതിനാണോ ഇത്രയും വലിയ മുഖവരിയൊക്കെ? ഇന്റർവ്യൂവിന് ഞാൻ കൂടി പോവാം. എന്താണ് സംഭവം? അമ്മ എണീറ്റ് നടക്കുന്നവരെങ്കിലും സുനിത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിണ്ടാനും പറയാനും ഒരാളായേനെ. നിക്കണമെന്നുണ്ട് രാജി. അവിടെ ആരുമില്ലല്ലോ. അവിടുത്തെ അച്ഛൻ നാടക ഡയലോഗും പറഞ്ഞ് സമയം കളയെങ്കിലും ജീവൻ പോകാതെ കിടക്കാൻ നേരത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ദിവാകരേട്ടനാണെങ്കിൽ പാചകത്തിന്റെ ഹരിശ്രീ പോലും അറിയില്ല. ദിനേശനും അതെ. അച്ഛൻ അരിവെപ്പുകാരനായി ഒരുപാട് നാടകത്തിൽ വേഷം കിട്ടിയെങ്കിലും അച്ഛനും അറിയില്ല ആ പണിയൊന്നും. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്നല്ലേ പറ്റൂ. മറ്റന്നാളാണെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. ചിറ്റയുടെ ഇളയ മോന്റെയാ. എന്നാ തീർച്ചയായും പോണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചടങ്ങല്ലേ? മുന്തിയ ആളുകളാണെന്നല്ലേ പറഞ്ഞത്, ഒട്ടും പറയണ്ട. സുനിതയ്ക്ക് ആഭരണത്തിലൊന്നും ഭ്രമയില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലോ. കിളിച്ചത് മുളച്ചതൊക്കെ ചോദിക്കും. എന്റെ ആങ്ങളയുടെ പെണ്ണ് ഒന്നും ഇല്ലാതെ കയറി വന്നതെന്ന് ആരും പറയാനിടയാകരുത്. കല്യാണപ്പന്തലിൽ വെച്ച് ചിലർ കുത്തി കുത്തി ചോദിച്ചു. അപ്പൊ തോന്നിയതൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ നാവടച്ചു. ഒക്കെ പഴയ ഫാഷനാണല്ലോ. അമ്മയുടെ ആയിരിക്കുമല്ലേ? അമ്മയ്ക്ക് സ്വർണ്ണമായിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു താലിമലയാ. അതച്ഛൻ നാടകം കളിച്ച വകയിൽ സൗണ്ട് സെറ്റിന്റെ വാടക കൊടുക്കാൻ വിറ്റു. ഇത് ദിവാകരേട്ടൻ വാങ്ങി തന്നതാ. ഒരു മിനിറ്റ്. ദിവാകരേട്ടൻ എവിടുന്ന് വാങ്ങിയെന്നാ പറഞ്ഞേ? അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ചോദിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ആഭരണങ്ങൾ നമ്മുടെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണോ? ഉറപ്പാച്ചാ. ലോക്കറ്റിന്റെ മറുവശത്ത് അമ്മയുടെ പേര് കുത്തിയ ഒരു കുടുത്താലമാല ഉണ്ടായിരുന്നില്ലേ? അതും കണ്ടു ആ കൂട്ടത്തില്. ഈശ്വര, ഭയങ്കര ചതിയായി പോയല്ലോ. മോഷണം പോയ എന്റെ സ്വർണ്ണാണ് അവിടെ കയ്യിലിരിക്കുന്ന ആ മണ്ടിക്ക് അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ എടുത്ത് പ്രദർശിപ്പിക്കോ? ദിവാകരേട്ടൻ മേടിച്ചു കൊടുത്താത്രേ. അങ്ങനെ പറഞ്ഞാൽ ജയം പറഞ്ഞു കാണും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ വഞ്ചനയ്ക്ക് എന്താ വേണ്ടെന്ന് അച്ഛനറിയാം. ദിവാകരേട്ടൻ വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് നീങ്ങിയ പോരെ? എന്തിനാലോചിക്കണം? ഇത് ജയനും നമ്മളും തമ്മിലുള്ള പ്രശ്നമാണ്. ഈശ്വര, കള്ളന്റെ കയ്യിൽ തന്നെയാണല്ലോ താക്കോല് കൊണ്ട് ഏൽപ്പിച്ചത്. മോളെ, ആ ഷർട്ടിങ് എടുത്ത് അച്ഛനിപ്പോ വരാം. ഞാൻ എന്നും പോലീസിന്റെ ഒരു പെരിയാളായിരുന്നു. പക്ഷെ ഒരാളിനെ പോലും സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പഴംപുരാണം നിർത്ത്. ഞങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. ഒരു കള്ളനായ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ എന്ത് കള്ളത്തിനും പറയാൻ തയ്യാർ. വളച്ചു കെട്ടാതെ അവനോട് കാര്യം പറ. അരവിന്ദാക്ഷനാരുടെ ബാഗ് എടുത്ത് സ്വർണം കവർന്നത് താനാണ്. അത് ജയശങ്കർ പിടിച്ചു. ഒരു കാൽപ്പവന്റെ സ്വർണം പോലും തരാതെ ജയശങ്കർ ആ സ്വർണം അടിച്ചു മാറ്റി. ഇത്രയും പറഞ്ഞാൽ മതിയോ? ഓരോ പകരം മുക്കുപണ്ടങ്ങൾ കാട്ടി അരവിന്ദാക്ഷൻ നായരെ കബളിപ്പിച്ച് സ്വർണം ജയൻ ഭാര്യയ്ക്ക് കൊടുത്തു. എന്റെ അടുത്താൾക്ക് രണ്ട് തൊഴിൽ തന്ന് എന്നെ സ്റ്റേഷനിൽ ഇറക്കി വിട്ട്. ഇനി മൊഴിയെങ്ങാനും മാറ്റി പറഞ്ഞാൽ നീ പുറം ലോകം കാണില്ല.